ഹലോ. അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ? ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് നല്ല അടിപൊളി ബ്രൗണീൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഈ ബ്രൗണി റെഡിയാക്കാനായിട്ട് ഞാൻ ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് 200 ഗ്രാം ഡാർക്ക് ചോക്ലേറ്റ് ഇതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 100 ഗ്രാം ഇതുപോലെ ഒരു പാക്കറ്റ് ബട്ടർ, 100 ഗ്രാം ബട്ടർ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതെല്ലാം റൂം ടെമ്പറേച്ചറിലാക്കിയിട്ട് ഇരിക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. ഇനി നമുക്കിത് ഡബിൾ ബോയിൽ ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മെൽറ്റാക്കിയിട്ട് എടുക്കാം. ഇത് ഡബിൾ ബോയിൽ ചെയ്യാനായിട്ട് വെച്ചിട്ട് നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കി കൊടുക്കുക. അപ്പോൾ അത് പെട്ടെന്ന് തന്നെ മെൽറ്റായി വരും കേട്ടോ. ഉപ്പില്ലാത്ത ബട്ടറാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ ഇത് കട്ടകളൊന്നും ഇല്ലാണ്ട് നന്നായിട്ട് ഇളക്കിയിട്ടൊന്ന് മിക്സാക്കിയിട്ട് എടുക്കാം. അപ്പോൾ ഇതാ ബട്ടറും ഡാർക്ക് ചോക്ലേറ്റും നന്നായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്കിതൊന്ന് ചൂടാറാനായിട്ട് മാറ്റി വെക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ഒന്ന് പൊടിച്ചെടുക്കണം. അതിനായിട്ട് 1/2 കപ്പ് അളവിൽ ബ്രൗൺ ഷുഗർ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1/4 കപ്പ് അളവിൽ നോർമൽ ഷുഗർ എടുത്തിട്ടുണ്ട്. ഇത് രണ്ടും നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. എന്നിട്ട് ഇത് വേറൊരു ബൗളിലേക്ക് മുഴുവനായിട്ട് തന്നെ ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് 3 മുട്ടയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. 3 മുട്ട ഓരോ തവണയായിട്ട് ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് ഒരെണ്ണം ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കിയിട്ട് എടുക്കണം. എന്നിട്ട് മാത്രം നമുക്കിത് രണ്ടാമത്തത് ഇട്ട് കൊടുത്താൽ മതി. ഇപ്പോൾ രണ്ടാമത്തെ എഗ്ഗും ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതും അതുപോലെ തന്നെ നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കിയിട്ട് എടുക്കുക. ഇപ്പോൾ ഇതാ മൂന്നാമത്തെ എഗ്ഗ് ഞാനിവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കിയിട്ട് എടുക്കണം. നന്നായിട്ട് പതഞ്ഞ് വരുന്ന രീതിയിലൊന്ന് മിക്സാക്കിയിട്ട് എടുക്കുക. 1 ടീസ്പൂണ് വനില എസൻസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ നോർമൽ കേക്കിന് ചെയ്യുന്നത് പോലെ നല്ല ഫ്ലഫി ആക്കി എടുക്കേണ്ട ആവശ്യമില്ല. ഇതിലെ പഞ്ചസാര ഒന്ന് ഇതുപോലെ ടച്ച് ചെയ്ത് നോക്കുമ്പോൾ തരികളൊന്നും ഇല്ലയെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മളെ എഗ്ഗ് മിക്സായി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഡബിൾ ബോയിൽ ചെയ്തിട്ട് മാറ്റി വെച്ച ഒരു ചോക്ലേറ്റ് ചൂട് ചെറുതായിട്ടൊന്ന് പോയി കഴിഞ്ഞ ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കിയിട്ട് എടുക്കുക. ഇപ്പോൾ ഇതാ ചോക്ലേറ്റും നന്നായിട്ട് ഇതിൽ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. അതിനായിട്ട് ആദ്യം തന്നെ 1/4 കപ്പ് മൈദയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ 1/4 കപ്പ് അളവിൽ കൊക്കോ പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂണ് കോഫി പൗഡറാണ് ഇട്ട് കൊടുക്കേണ്ടത്. ഞാൻ ഇതുപോലെ ഒരു പാക്കറ്റിൽ എടുത്തിട്ടുണ്ട്. ഏകദേശം 1 ടീസ്പൂൺ ഉണ്ടാവും കേട്ടോ അത്. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂണ് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുക. ഇപ്പോൾ ഇതാ ഡ്രൈ ഇൻഗ്രീഡിയൻസും ഇവിടെ അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു വിസ്ക് വെച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കിയിട്ട് എടുക്കുക. ഇത് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുത്താൽ മതി കേട്ടോ. ഇത് എന്തായാലും ഫോൾഡ് ചെയ്തെടുക്കുമ്പോൾ ബ്രൗണിയുടെ മിക്സ് ആയതുകൊണ്ട് കുറച്ച് തിക്കായിട്ടാവും ഉണ്ടാവുക. ഞാൻ നോർമലി ചെയ്യുന്നതിനേക്കാളും കുറച്ച് ലൂസിലാണ് ഈ ഒരു ബാറ്റർ ഉള്ളത് കേട്ടോ. അത് നമ്മളെടുക്കുന്ന ആ ഒരു എഗ്ഗിൻ്റെ വലുപ്പത്തിനനുസരിച്ചിട്ടാണ് കേട്ടോ. ഇത് ഈ ഒരു ബാറ്റർ ലൂസാവുന്നതും തിക്കാവുന്നതൊക്കെ. ഇതിനേക്കാളും കുറച്ചുകൂടി ഒന്ന് തിക്കായാലാണ് നമുക്ക് മുകൾ ഭാഗമൊക്കെ നല്ല ക്രാക്കൊക്കെ വന്നിട്ട് കറക്റ്റ് ആ ഒരു ബ്രൗണിയുടെ ടെക്സ്ചർ കിട്ടുള്ളൂ. എന്നാലും ടേസ്റ്റിൽ ഒരു കോംപ്രമൈസും വരില്ല കേട്ടോ. പിന്നെ ഇത് ഓവനിൽ വെച്ച് ചെയ്യുകയാണെങ്കിൽ എന്തായാലും ആ ഒരു ടെക്സ്ചർ കിട്ടും. ഞാനിപ്പോൾ ഇത് ഓവൻ ഇല്ലാണ്ടാണ് ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഒരു സ്പാച്ചിൽ വെച്ചിട്ടും സൈഡൊക്കെ ഒന്ന് സ്ക്രേപ്പ് ചെയ്തിട്ട് എടുക്കുക. ഇപ്പോൾ ഇതാ നമ്മളെ ബ്രൗണിയുടെ ഒരു ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനിതൊരു കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 7 ഇഞ്ചിൻ്റെ സ്ക്വയർ കേക്ക് ടിന്നാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിൽ നേരത്തെ തന്നെ ഓയിലെല്ലാം ഗ്രീസ് ചെയ്തിട്ട് ബട്ടർ പേപ്പർ എല്ലാം നേരത്തെ തന്നെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഹേസൽനട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക. ഇനി ഇത് നമുക്ക് 45 മിനിറ്റ് തൊട്ട് 1 മണിക്കൂർ വരെ ഒരു പ്രീ ഹീറ്റ് ചെയ്തിട്ടുള്ളൊരു പാനിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കുക. എന്നിട്ട് ഏറ്റവും ലോ ഫ്ലെയിമിലിട്ടിട്ടൊന്ന് ബേക്ക് ചെയ്തിട്ട് എടുക്കുക. 45 മിനിറ്റൊക്കെ കഴിയുമ്പോൾ നമ്മളിതൊന്ന് തുറന്ന് നോക്കിയിട്ട് ഒരു സ്ക്യൂർ വെച്ചിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. കുക്കായിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും ഒരു 15 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ടിട്ട് വെച്ച് കൊടുക്കുക. ഇപ്പോൾ ഇത് എനിക്ക് ബേക്കായി വരാനായിട്ട് കറക്റ്റ് 1 മണിക്കൂറാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഞാനിത് ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ കറക്റ്റായിട്ട് തന്നെ ബേക്കായി വന്നിട്ടുണ്ട്. ബാറ്റർ കുറച്ചുകൂടി തിക്കായിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ നമുക്ക് 1.5 മണിക്കൂറൊക്കെ ബേക്കാക്കി എടുക്കാനായിട്ട് ടൈം വരും കേട്ടോ. അപ്പോൾ ഇതാ നമ്മളെ ബ്രൗണി ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇതിന് നമുക്ക് അതിൻ്റെ ചൂടൊന്ന് മാറാനായിട്ട് വെക്കാം. അപ്പോൾ ഞാനിത് ഈ ഒരു കേക്ക് ടിന്നിൽ നിന്ന് എടുത്ത് മാറ്റി വെക്കുന്നുണ്ട്. ഇതിൽ തന്നെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സൈഡൊക്കെ കുറച്ച് ക്രിസ്പി ആയ പോലെ ഉണ്ടാവും. അപ്പോൾ ഞാനിത് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ചൂട് മുഴുവനായിട്ട് മാറിയ ശേഷം നമുക്കിതൊന്ന് കട്ട് ചെയ്തിട്ടെടുക്കാം.
അപ്പോൾ ഇതാ ബ്രൗണിയുടെ ചൂടൊക്കെ മാറിയിട്ട് ഞാനിത് ഇവിടെ കറക്റ്റ് സ്ക്വയർ പീസുകളായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് നല്ല ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല അടിപൊളി റെസിപ്പിയാണിത്. അപ്പോൾ പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ബ്രൗണീൻ്റെ റെസിപ്പിയാണിത്. എല്ലാവരും ഒന്ന് മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ട് ഉൾഭാഗമൊക്കെ നല്ല ഡാർക്ക് കളറായിട്ട് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഈ ഒരു ബ്രൗണിയുടെ റെസിപ്പി ആരും ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇനി ഇതുപോലത്തെ നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്